നമസ്കാരം, ഞാൻ ഡോക്ടർ ബിദുൽ കെ ബാബു, എറണാകുളം ഇന്ദിരാഗാന്ധി സാധാരണ ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. ഇന്ന് നമ്മൾ സംസാര വിഷയം അൾസർ. അൾസർ എന്ന് പറയുമ്പോൾ സ്കിന്നിലെ ഒരു ഡിസ്റപ്ഷനാണ് നമ്മൾ കൂടുതലും പറയുന്നത്. ഇത് പല തവണ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും വരാം. ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് മുറിവ് ഉണങ്ങുന്നില്ല ഡോക്ടറെ എന്നും പറഞ്ഞിട്ടാണ് യൂഷ്വലി വരുന്നത്. അപ്പോൾ എന്താണ് അൾസർ, നമുക്കതിന് വിശദമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. അൾസർ രണ്ട് രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്ന് ഒരു ട്രോമാറ്റിക്, എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു മുറിവ് ഉണ്ടായിട്ട് അത് മുറിവ് ഉണങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിൻ്റെ ഭാഗമായിട്ട് മുറിവ് ഉണങ്ങാതിരിക്കുന്ന സാഹചര്യത്തിലാണ് വരുന്നത്. പിന്നെ ഉള്ളത് നോൺ ട്രോമാറ്റിക് അൾസേഴ്സ്. നോൺ ട്രോമാറ്റിക് അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക അണ്ടർലൈനിങ് ഇഷ്യൂസ്, അത് നമുക്ക് വിശദമായിട്ട് ഇപ്പോൾ നമുക്ക് സംസാരിക്കാം. ട്രോമാറ്റിക് അൾസേഴ്സ് യൂഷ്വലി പെട്ടെന്ന് റിസോൾവിങ് ആണ്, പ്രൊവൈഡ് നമുക്ക് അത് മുറിവ് ഉണങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പാടില്ല, ചുറ്റുള്ള ഏരിയ ക്ലീൻ ആയിട്ട്. ഒട്ടുമിക്ക ട്രോമാറ്റിക് അൾസേഴ്സ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റേജിൻ്റെ അപ്പുറത്തുള്ള ട്രോമാറ്റിക് അൾസേഴ്സ് ചിലപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് സർജിക്കൽ മെത്തേഡ്സ്, ചിലപ്പോൾ ഒരു ഗ്രാഫ്റ്റ് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ വരുന്ന നോൺ ട്രോമാറ്റിക് അൾസേഴ്സ്. നോൺ ട്രോമാറ്റിക് അൾസേഴ്സിൽ വരുന്ന ഈ ട്രോഫിക് അൾസേഴ്സ് അല്ലെങ്കിൽ ഈ അൾസേഴ്സിന് ഈ രക്തഓട്ടത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഞരമ്പിൻ്റെ സപ്ലൈ കൊണ്ടോ ഉണ്ടാകുന്ന അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന അൾസേഴ്സ്. രക്തോട്ടത്തിന് സംബന്ധമായ രണ്ട് അൾസേഴ്സ് ഉണ്ട്, ആർട്ടീരിയൽ, വീനസ് അൾസേഴ്സ്. ആർട്ടീരിയൽ എന്ന് പറയുന്നത് നല്ല രക്തക്കുഴലിന് എന്തെങ്കിലും ബാധിപ്പ് വരുമ്പോൾ ആ മുറിവ് ഉണങ്ങാതെ സ്ലഫ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ഈറ്റൻ ഔട്ട് അൾസേഴ്സ് ആയിട്ടാണ് യൂഷ്വലി പ്രസൻറ്റ് ചെയ്യുന്നത്. വീനസ് അൾസേഴ്സ് കുറച്ചുകൂടെ മുകളിലോട്ടാണ് കാണുന്നത്, നമ്മുടെ കാൽപാദത്തിൻ്റെ ആ സൈഡിലോട്ടാണ് യൂഷ്വലി കാണുന്നത്. അത് യൂഷ്വലി അഴുക്ക് രക്തം അല്ലെങ്കിൽ ചീത്ത രക്തം അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അത് ദ്രവിച്ച് ആ സ്കിന്നിൽ ഇറിറ്റേറ്റ് ചെയ്ത് അത് എക്സ്റ്റേണൽ ട്രോമ കൊണ്ട് ഉണ്ടാകുന്ന ചെറിയ അൾസേഴ്സിനാണ് നമ്മൾ വീനസ് അൾസേഴ്സ് എന്ന് പറയുന്നത്. അതും വീണ്ടും ഈ അണ്ടർലൈനിങ് കണ്ടീഷൻ കറക്റ്റ് ചെയ്യാതെ ആ ബുദ്ധിമുട്ട് മാറത്തില്ല. ഈ അൾസേഴ്സിൽ വളരെ റെയറായിട്ടൊരു എൻറ്റിറ്റിയാണ് മാർജോളിൻ അൾസർ, വെച്ച് ക്രോണിക് ആയിട്ടിരിക്കുന്ന. അതുകൊണ്ട് അൾസേഴ്സ് നമ്മൾ ഡ്യൂറേഷൻസ് കൂടുന്തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടാനില്ല. അങ്ങനെ മാർജോളിൻ അൾസേഴ്സ് വന്നാൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, പിൽക്കാലം മുറിച്ച് മാറ്റേണ്ട അവസ്ഥ. അതുകൊണ്ട് കഴിയുന്നതും നേരത്തെ അൾസേഴ്സ് ഡോക്ടേഴ്സിനെ കാണിക്കുക, അതിന് കറക്റ്റായിട്ട് ചികിത്സ നേടാൻ. അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ പേഷ്യൻസിന് ഇതാണ് ലോങ് സ്റ്റാൻഡിങ് ഡ്യൂറേഷൻ അൾസേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ വിശദമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് ട്രീറ്റ് ചെയ്യേണ്ടി വരാം. അതുകൊണ്ട് അൾസർ സംബന്ധമായി എന്തെങ്കിലും സംശയമുണ്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ സമീപിക്കുന്നതാണ്. അത് പ്രോപ്പർ ഇവാലുവേഷനിൽ കഴിയുന്നത് നമുക്ക് വേഗം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്.